ഇതിന് ഞാൻ പറഞ്ഞ കനമില്ലല്ലോ ഹരിലാലേ. തൽക്കാലം ഇത്രേ പറ്റത്തുള്ളൂ. പേശാതടാ പൊറുക്കി. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ബോണി ഒരിക്കലും പ്രതികരിക്കാതിരുന്നിട്ടില്ല. ഇനിയൊട്ട് പ്രതികരിക്കാതിരിക്കുകയുമില്ല. The game changes. ഹലോ, ഞാനല്ല അങ്ങേരാ. ഓ ഇതൊരു പ്രതിപ്രവർത്തനമായിരുന്നല്ലേ. ചേട്ടാ, എൻ്റെ ഉള്ള ബോധം പോണതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. മലയാളി, ഓ എനിക്ക് ചേട്ടനൊരു ബിയർ മേടിച്ചു തരണം. സെയിം ബ്രാൻഡ്, സെയിം ML. ബിയറൊക്കെ മേടിച്ചു തരാം, പക്ഷെ നിന്റെ ആ മറ്റോടത്തെ പ്രതിപ്രവർത്തനത്തിനല്ല. നീ ഒന്ന് തണുക്കാൻ അത്രേ ഉള്ളൂ. ഓ, എന്നാ ഞാൻ ചേട്ടായിയുടെ ഐസ്ക്രീം ഒന്ന് തണുപ്പിക്കാം. അത് ന്യായം. ഒന്നേ ഒന്ന്. ഇതെന്താ പങ്കായോ? ഞാൻ ഇറങ്ങട്ടെ. പുള്ളിനെ ആശുപത്രി കൊണ്ടുപോകണട്ടാ. കാണിച്ചേ പന്നി പോട്ടെട്ടാ. മാറി കേൾപ്പിച്ചായ പീക്ക് കവറിൽ ഉണ്ടായ നഷ്ടമാണ് 4,000 ഞങ്ങൾ പറഞ്ഞത് തന്നെ കുറവാണ്. 3 ലക്ഷത്തിൽ കൂടുതൽ 5 പൈസ തരികയില്ല. 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്നാ കുറവാ? എടോ, മര്യാദ കഴിക്കുന്ന ഒരുത്തരെ മരിക്കുന്നവരടിച്ചാൽ തീരുകയില്ല. 3 ലക്ഷം രൂപ അറിയോ? നിങ്ങൾ ഈ കണാകുണ കപ്പച്ചക്കാന്ന് പറയാം. അപ്പന് 3.5 കക്ഷി കൊടുക്കാൻ പറ്റുമോ? 3.5 ലക്ഷം കൊടുക്കാൻ പറ്റുമോ? കൊടുക്കുകയില്ല. ഇല്ല, തരാൻ പറ്റില്ല. എന്ത് ചെയ്യും? അല്ല അല്ല ഡേവിഡ് ചേട്ടാ, ഞാനവിടെ സ്ഥിരം കസ്റ്റമർ അല്ലേ. ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നൊന്നുമല്ലോ. ബോണി, നമ്മൾ പറയുന്നൊന്ന് മനസ്സിലാക്കി. നമുക്കുണ്ടായ നഷ്ടം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇതേ ബില്ലേ? അതെ, എന്റെ സിബിയച്ച എനിക്ക് മടുത്ത്. അങ്ങേര് അവിടെ കൊടുക്കുന്നതിന്റെ കണക്ക് ഞാൻ വേണം ഇരുന്ന് കേൾക്കാൻ. നീ അടങ്ങ്. ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കി തരാം. എന്നാണോ എനിക്ക് ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടുന്നത്? ആദ്യം അപ്പനെ കൊണ്ടായിരുന്നു. നാട് നീളെ അയാൾ തല്ലി നടന്നു. ഇപ്പൊ അപ്പനൊന്ന് അടങ്ങിയപ്പോ മോൻ കയറി അങ്ങ് വിരിഞ്ഞു. ഈ ജന്മത്തിൽ എനിക്ക് വിധിച്ചിട്ടില്ല സമാധാനം. ഇപ്പോഴും ആവശ്യം വരുമ്പോൾ കരയാനുള്ള നിന്റെ ആ കഴിവ് എന്റെ സ്വയമോ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഞാൻ കാപ്പി എടുക്കാം. കടുപ്പം കൂട്ടി മധുരം കുറച്ച്. മോളെ, തോംസനോട് പറഞ്ഞില്ലായിരുന്നോ ഞാൻ വന്നെന്ന്? വന്നോണ്ടിരിക്ക. വരട്ടെ, അവനോടും ചിലത് പറയാനുണ്ട്. ഇന്നലെ ബാറിനകത്ത് തല്ലുണ്ടാക്കിയപ്പോ നീ ഇല്ലായിരുന്നോ? ഞാനുണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ. എന്തായാലും 2 ഷട്ടറിന്റെ 4 മാസത്തെ വാടകയും കൊണ്ട് രാവിലെ ബാറുകാർ പോയി. ഇനി ഇങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അവന്റെ പട്ടിക്കടയിൽ നിന്റെ മാട്രിമോണി ഞാൻ എന്നേക്കുമായി പൂട്ടും. എന്നിട്ട് അത് വേറെ ആൺപിള്ളേർക്ക് വാടകയ്ക്ക് കൊടുക്കും. അന്നേരേക്ക് മോലാവും. അയ്യോ, അപ്പൊ അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും എടുക്കല്ലേ. ഞാൻ അവനോടൊന്ന് സംസാരിക്കാം. മാറ്റം ഉണ്ടാവും. മാറ്റം ഉണ്ടാവും. എവിടുന്ന്? ഞാൻ തല്ലുണ്ടാക്കും, പക്ഷെ കോസ്റ്റ് നിൽക്കും. നിനക്കറിയാലോ. തുടങ്ങി.
ഒരു തോംസ, നിന്നെ ഞാൻ ഇവിടെ കെട്ടിയവനായിട്ടാണോ കണ്ടേക്കുന്നേ? എന്റെ സ്വന്തം കുഞ്ഞായിട്ടല്ലേ? നീ അവന് വേണ്ടി പറ്റിയ ഒരു ആലോചന കൊണ്ടുപോടാ. ഞാൻ കൊണ്ടുവരാഞ്ഞിട്ടാണ് സ്വയമ്മ അവൻ അവന് മാറ്റം ഉണ്ടാവും, നോക്കിക്കോ. എന്റെ CBS അവനെ മാറ്റും. നിന്നെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഇതൊക്കെ പാരമ്പര്യമാടാ. നിന്നെക്കാ വലിയ തല്ലുകൊള്ളിയായിരുന്നു താഴെ ഇരുന്ന് കുറ്റം പറയുന്ന നിന്റെ തന്ത. ഇറ്റ് ഈസ് ഇൻക്യൂറബിൾ. നീ തീരുമാനമൊന്നും പറഞ്ഞില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്റെ പെങ്ങളെ കെട്ടിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു. ഇനി നിനക്ക് വേണ്ടി ഞാൻ പെണ്ണ് കെട്ടണം എന്തിനാ? എടാ പക്ഷെ ഇനി ഒരു പ്രശ്നം ഉണ്ടായ അപ്പൻ എന്നെ ആ വീട്ടിൽ കയറ്റത്തില്ലടാ. അങ്ങേര് പറഞ്ഞത് വെച്ച് എന്റെ നിന്റെ പ്രസ്ഥാനങ്ങൾ പൂട്ടേണ്ടി വരും. പോരാത്തതിന് സോയമ്മയുടെ ഇമോഷണൽ ബ്ലാക്ക് മെയിലിങ്ങും. ബോണി പ്ലീസ് ഡാ. എടോ, ഈ സാധനം എടുത്തോണ്ട് പോക്കോട്ടോ. പൂജക്കല്ലേ ഫേഷ്യൽ. ഓ, എന്റെ ബോണി അതാണ് ഇപ്പൊ ഇവിടെ പ്രശ്നം. എന്റെ പ്രശ്നം ഇതാണ്. എന്നാ എന്റെ പ്രശ്നം ഇതാണ്, നിലനിൽപ്പ്. നമുക്ക് ആ TTC പ്രൊഫൈൽ ഒന്ന് നോക്കിയാലോ? അടിപൊളിയാ. TTC അല്ല PhD ആണെങ്കിലും ഇവിടെ നടക്കൂല. എന്തല്ലേ തകർത്ത് കേട്ടോ. മേശയുടെ മേളിലോട്ട് കറക്റ്റ് സ്കോർ ചെയ്യാൻ പറ്റി. നിലവിളി ഒന്നും കേട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. എന്താണ് നിങ്ങളോട് പറഞ്ഞ കാര്യം? ഞങ്ങള് പൊതുവായിട്ട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ പറഞ്ഞു. അതെ, പേഴ്സണലാണ്. അതെന്താണ് ആ പേഴ്സണൽ കാര്യം? ഞാനും കൂടെ അറിയിട്ട് എന്നോട് പറയാം. അളിയനെ കെട്ടിച്ചിട്ടേ കമ്മീഷൻ അടിക്കാൻ നോക്കുക. അതിന് നീ എന്താ ജർമ്മൻഷപ്പെടും? തോംസനോട് 1000 തവണ പറഞ്ഞിട്ടില്ലേ ഞാനും ബോണിയൊക്കെ നിത്യ ബ്രഹ്മചാരികളായിട്ടുള്ള ആൾക്കാരാണ്. എന്റെ പൊന്നു പിച്ചു, ഞങ്ങൾ കുറച്ച് ഫാമിലി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ അതിന്റെ ഇടയ്ക്ക് ഒന്ന് പോയി തരൂ. സോ സാഡ്. കാര്യത്തോടൊപ്പം നിങ്ങൾ ഫാമിലി ആയല്ലേ? ഞാൻ വഴിപോക്കെ. ഞാൻ സോറി ബോണി. നമ്മുടെ ഏറ്റവും വലിയ ശാപം എന്തെന്നറിയോ? നമ്മളെ വൃത്തികെട്ട ഫാമിലി. നീ ഒന്ന് തീരുമാനിക്കണം. നിനക്ക് ഫാമിലി വേണോ അതോ ചങ്ക് കണക്ക് നിന്റെ കൂടെ നടക്കണ ഈ കൂട്ടുകാരൻ വേണോന്ന്? മനസ്സിലായില്ലേ? പറഞ്ഞോ. അളിയ നീ അത് വിട്. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ നമ്മുടെ മൊത്തം പ്രശ്നങ്ങൾക്ക് ഞാൻ ഒരു പരിഹാരം കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ഐഡിയയും കണ്ടുവച്ചിട്ടുണ്ട്. അതൊന്ന് ശരിയാവലടാ. എടാ സേഫ് കളിയാടാ. ലോകത്തെങ്ങും ഇല്ലാത്ത ഡിമാൻഡുള്ള ഒരു കൂട്ടര്. നീ ജസ്റ്റ് അവിടം വരെ ഒന്ന് പോകുന്നു, ആ കുട്ടിയെ ഒന്ന് കാണുന്നു, അവര് നിന്റെ വേണ്ടെന്ന് വെക്കുന്നു. വീട്ടിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ഒരു 6 മാസത്തേക്ക് നമുക്ക് പിടിച്ചു നിൽക്കാം. എങ്ങനെയുണ്ട്? അവരെന്നെ വേണ്ടാന്ന് നോക്കുന്നു. നിനക്കെന്താ ഇത്ര ഉറപ്പ്? എടാ ഇതൊരു ഹൈ പ്രൊഫൈൽ കേസാ. ഷിംലയിൽ നാട്ടിൽ വന്ന് സെറ്റിൽ ആയ അപ്പനും മോളും. അമ്മ നേരത്തെ മരിച്ചു പോയതാ. ഇനി അവർക്ക് എന്തായാലും നിന്നെ ഇഷ്ടപ്പെടാൻ പോകുന്നില്ല, എന്റെ ഗ്യാരണ്ടി. എന്താ? അവിടെ JRF സ്റ്റുഡന്റ്. നീ കോളേജിന്റെ പടി കണ്ടിട്ടില്ല? അവിടെ റിട്ടയർഡ് മാത്സ് പ്രൊഫസറുടെ മകള്. ഇവിടെ കണ്ണിച്ചോറില്ലാത്ത പിരിവുകാരന്റെ മോൻ. പിന്നെ അവിടെ ഫ്യൂച്ചർ സയന്റിസ്റ്റ്. നീ ഇട്ടാ വട്ടത്ത് പട്ടി വളർത്തും. ഇതൊന്നും പോരാഞ്ഞ് കല്യാണം കഴിഞ്ഞ് ചെക്കൻ പെണ്ണിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്നൊരു ഡിമാൻഡ്. നീ ധൈര്യമായിട്ടിരിക്കളിയാ. ഇത് നടക്കാനേ പോകുന്നില്ല. അവര് നിന്നെ വേണ്ടെന്ന് വെച്ചിരിക്കും. ഞാൻ അവളെ പോയി കാണാം. പക്ഷെ ഒറ്റ കണ്ടീഷൻ. ഞാൻ അവളെ വേണ്ടെന്ന് വെച്ചു. അങ്ങനെ പുറം ലോകം അറിയാൻ പാടുള്ളൂ. ആയിക്കോട്ടെ, ഓക്കെ. ഇവിടെയും ആരും കാണുന്നില്ല കേട്ടോ. ഞാൻ 2 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ പാട്ടിന് പോകും. എടാ ബോണി, നീ ഒന്ന് ഇറങ്ങടാ. ഞാൻ നമ്പർ അയച്ചുതരാം. നീ ആ കുട്ടിയെ ഒന്ന് വിളിച്ചു നോക്ക്. എനിക്ക് നമ്പറും വേണ്ട, ഒരു കോപ്പും വേണ്ട. എൻ്റെ കോൺടാക്ട് ലിസ്റ്റ് ഒക്കെ ഫുള്ളാ. ലിസ്റ്റ് കണ്ടാ തിരിച്ചറിയണ്ടേ? ഞാൻ നിനക്ക് ആ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തരാം. നീ അതൊക്കെ കണ്ട് ആസ്വദിച്ച്. ബോണി എത്തിയിട്ട് കുറച്ച് സമയമായോ? ഞാൻ ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. എന്നെങ്ങനെ മനസ്സിലായി? എനിക്ക് മാട്രിമോണിന്ന് പ്രൊഫൈലും ഫോട്ടോയും ഒക്കെ അയച്ചായിരുന്നു. എനിക്കും കിട്ടിയായിരുന്നു സ്റ്റെഫി ഡീറ്റെയിൽസ്, ഫോട്ടോഗ്രാഫി, ജിമെയിലും. അല്ല, സ്റ്റെഫി മാത്തമാറ്റിക്സ് പ്രൊഫസർ ആണല്ലേ? ഇല്ല, എൻ്റെ പപ്പയാണ് മാത്തമാറ്റിക്സ് പ്രൊഫസർ. ഓ, അപ്പൊ ആരാണ് ശാസ്ത്രജ്ഞൻ? ഞാൻ JRFന് പ്രിപ്പയർ ചെയ്യാണ്. ബോണി ഭയങ്കര കൺഫ്യൂസ്ഡ് ആണല്ലേ? കുറച്ച്. ഞാൻ തന്നെ പറയാം. ഞങ്ങള് ഷിംലയിലായിരുന്നു. ഇപ്പൊ ഇവിടെ വന്ന് സെറ്റിൽ ആയിട്ട് 4 years ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മമ്മി. അതെനിക്കറിയാം. സോറി.
സമയം 11:15. ടൗണിലെ കഫേയിൽ അവൾ ഈ കഥയിലേക്ക് ആദ്യമായി കടന്നു വന്ന പയ്യനുമായി സംസാരിക്കുന്നു. ബോണി ബോണി എപ്പോഴും ഈ ഷെയ്ഡ്സ് എപ്പോഴും വയ്ക്കാറുണ്ടോ? ഇല്ല ഞാനത് ഒരു പവർ സ്ലാബ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായിട്ട് ഒരു കരത്തിനുമായി കൊമ്പ് കോർത്താണ്. അത് അതെന്താ അത്? അത് കരണം പൊട്ടി കിട്ടിയതാ. ബാറിൽ കള്ളുപിടിച്ച് അടി ഉണ്ടാക്കി നല്ല ഇടി കിട്ടി. ഇത്ര സ്ട്രേറ്റ് ഫോർവേഡ് ആണോ എപ്പോഴും? എപ്പോഴും അത്ര സ്ട്രേറ്റ് ഫോർവേഡ് ഒന്നുമല്ല. ബേസിക്കലി ഞാൻ ഒരു ഇൻട്രോവേർട്ടാണ്. ഞാൻ കുറച്ച് പിക്സ് കാണിക്കാം വിത്തൗട്ട് എനി ഫിൽറ്റർ. ബോണിക്ക് ഡോഗ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ സ്റ്റെപ്പിക്ക് എന്താ ഡോഗ്സിനെ ഇഷ്ടമല്ല? എനിക്കിഷ്ടമാണ്. പിന്നെന്താ? പക്ഷേ അവർക്ക് നമ്മളെയും കൂടെ ഇഷ്ടപ്പെടണ്ടേ? അല്ല ഏത് പട്ടിക സ്റ്റെഫിനെ ഇഷ്ടപ്പെടാതെ? ഓക്കെ കോമഡിക്ക് വർക്കൗട്ട് ആവുന്നു. ഞാൻ ഈ കല്യാണം കഴിക്കുന്ന പരിപാടിയൊന്നും അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഈ ഒരു വെർജിൻ ലൈഫ് സ്റ്റൈലൊക്കെ എൻജോയ് ചെയ്ത് വരുമായിരുന്നു. പക്ഷേ ഫസ്റ്റ് നമ്മൾ ഇന്ന് മീറ്റ് ചെയ്തല്ലേ ഉള്ളൂ. നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. പരിചയപ്പെടാം. യെസ്, പരിചയപ്പെടാം. ഓക്കെ.